പ്രമുഖ മാധ്യമ ശൃംഖലയായ സൺ ടിവിയിൽ വീണ്ടും കുടുംബ തർക്കങ്ങളുടെ വാർത്തകൾ. മുൻ കേന്ദ്രമന്ത്രി ദയാനിധി മാരനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും സൺ ടി വി ചെയർമാനുമായ കലാനിധി മാരനും തമ്മിൽ സ്വത്ത് സംബന്ധിച്ച് തർക്കമുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വാർത്തകൾ തെറ്റാണെന്ന് ജൂൺ 20-ന് സൺ ടി വി ഔദ്യോഗികമായി അറിയിച്ചു. എന്തായിരുന്നു പുറത്തു വന്ന വാർത്തകൾ? 2003-ൽ സൺ ടി വിയിൽ നടന്ന ഓഹരി വിതരണത്തിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നും ഇത് ചൂണ്ടിക്കാട്ടി ദയാനിധി മാരൻ കലാനിധി മാരന് വക്കീൽ നോട്ടീസ് അയച്ചുവെന്നുമായിരുന്നു പ്രധാന ആരോപണം. കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം കലാനിധി മാരൻ തന്ത്രപരമായി കൈക്കലാക്കിയെന്നും 2003 സെപ്റ്റംബറിന് മുമ്പുണ്ടായിരുന്ന ഓഹരി ഘടന പുനഃസ്ഥാപിക്കണമെന്നും ദയാനിധി മാരൻ ആവശ്യപ്പെട്ടതായും വാർത്തകൾ വന്നു. അക്കാലത്ത് മാരൻ കുടുംബത്തിനും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ കുടുംബത്തിനും സൺ ടി വിയിൽ തുല്യ ഓഹരി പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സൺ ടി വി ഈ വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആരോപണങ്ങൾക്ക് 22 വർഷത്തെ പഴക്കമുണ്ട്. അന്ന് സൺ ടി വി ഒരു ചെറിയ പ്രൈവറ്റ് കമ്പനിയായിരുന്നു. വാർത്തകളിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ട്. കമ്പനി പബ്ലിക് ഇഷ്യൂവിന് പോകുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും വിദഗ്ധർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. ഈ പറയുന്ന വിഷയങ്ങൾക്ക് കമ്പനിയുടെ ഇപ്പോഴത്തെ ബിസിനസ്സുമായോ ദൈനംദിന കാര്യങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. ഇത് പ്രൊമോട്ടർമാരുടെ തികച്ചും വ്യക്തിപരമായ കുടുംബകാര്യം മാത്രമാണ്. സൺ ടി വി കൂട്ടിച്ചേർത്തു. ഈ വിശദീകരണത്തിന് പിന്നാലെ കമ്പനിയുടെ ഓഹരി വിലയിൽ 3% വർധനവും രേഖപ്പെടുത്തി. അപ്പോൾ എന്തൊക്കെയായിരുന്നു ദയാനിധി മാരന്റെ പ്രധാന ആരോപണങ്ങൾ? റിപ്പോർട്ടുകൾ അനുസരിച്ച് 2003 സെപ്റ്റംബർ 15-ന് ശരിയായ വിലയിരുത്തലോ ഓഹരി ഉടമകളുടെ സമ്മതമോ ഇല്ലാതെ 1.2 ദശലക്ഷം ഓഹരികൾ കലാനിധി മാരൻ സ്വന്തം പേരിലേക്ക് മാറ്റി. ഈ ഓഹരികൾക്ക് അന്ന് 10 രൂപയായിരുന്നു മുഖവിലയെങ്കിലും സൺ ടി വി സാമ്പത്തികമായി വളരെ മുന്നിലായിരുന്നത് കൊണ്ട് ഏകദേശം 3500 കോടി രൂപയുടെ മൂല്യം ഈ ഓഹരികൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ദയാനിധിയുടെ വാദം. ഇവരുടെ പിതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുരശൊലി മാരന്റെ മരണസമയത്താണ് ഈ ഇടപാടുകൾ നടന്നതെന്നും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യം മുതലെടുത്ത് കലാനിധി മാരൻ കമ്പനിയിലെ തന്റെ ഓഹരി പങ്കാളിത്തം 0-ൽ നിന്ന് 60% ഉയർത്തി. ഇക്കാര്യം അന്ന് കരുണാനിധിയുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ MK ദയാലുവിനോടോ മറ്റ് ഓഹരി ഉടമകളോടോ അറിയിച്ചില്ലെന്നും ദയാനിധി ആരോപിച്ചു. ഈ നീക്കത്തോടെ കലാനിധിയുടെ ഓഹരി 60% മറ്റുള്ളവരുടെ ഓഹരി 20% വീതമായി കുറഞ്ഞു. ഈ ക്രമക്കേടിലൂടെ 2023 വരെ 5926 കോടിയിലധികം രൂപ ലാഭവിഹിതമായും 2024-ൽ മാത്രം 455 കോടി രൂപയും കലാനിധി മാരൻ നേടിയെന്നാണ് ആരോപണം. ഈ പണം ഉപയോഗിച്ച് കലാനിധി മാരനും ഭാര്യ കാവേരിയും മറ്റ് ബിസിനസ്സുകളായ സൺ ഡയറക്ട് TV, കൽ റേഡിയോസ്, സൺ പിക്ചേഴ്സ്, IPL ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരുൾപ്പെടെ നിരവധി ആസ്തികൾ സ്വന്തമാക്കിയെന്നും കൂടാതെ 8500 കോടിയിലധികം രൂപ വിവിധ ഫണ്ടുകളിൽ നിക്ഷേപിച്ചതായും ദയാനിധി ആരോപിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. 1993-ലാണ് കലാനിധി മാരൻ സൺ TV എന്ന തമിഴ് ചാനൽ ആരംഭിക്കുന്നത്. പിന്നീട് സംസ്ഥാന ഭരണകൂടവുമായുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ മാധ്യമ സാമ്രാജ്യമായി അദ്ദേഹം അതിനെ വളർത്തിയെടുത്തു. ചുരുക്കത്തിൽ മാധ്യമങ്ങളിൽ വന്ന ഈ കുടുംബ തർക്കത്തെ കുറിച്ചുള്ള വാർത്തകൾ സൺ TV മാനേജ്മെന്റ് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന തികച്ചും വ്യക്തിപരമായ ഒരു വിഷയമാണെന്നും കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ലെന്നുമാണ് അവരുടെ നിലപാട്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.